കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ പലതും കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ്. കുട്ടികളുടെ സംരക്ഷണത്തിനും വികസന പ്രവർത്തനങ്ങൾക്കുമായി അനുവദിച്ച കേന്ദ്ര ഫണ്ടിൻ്റെ വിനിയോഗത്തിലും സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റി. 2009 മുതൽ 2014 വരെ അനുവദിച്ച 17.64 കോടി രൂപയിൽ 5.5 കോടി മാത്രമാണ് സംസ്ഥാനം ചെലവഴിച്ച തുകയിലാകട്ടെ ക്രമക്കേടുകൾ നടത്തിയതായും അക്കൗണ്ടന്റ് ജനറൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. കുട്ടികളുടെ സംരക്ഷണത്തിനും വികസന പ്രവർത്തനങ്ങൾക്കുമാണ് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിൽ സംയോജിത ബാലസംരക്ഷണ പദ്ധതി രൂപീകരിച്ചത്. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പിനായി കേന്ദ്രം നൽകിയ ഫണ്ടാണ് കേരളം ഉപയോഗിക്കാതെ പാഴാക്കിയത്. 2009 ഏപ്രിൽ മുതൽ 2014 മാർച്ച് വരെ 17.64 കോടി രൂപയാണ് കേന്ദ്രം ഇത്തരത്തിൽ നൽകിയത്. എന്നാൽ സംസ്ഥാനം ഉപയോഗിച്ച തുകയാവട്ടെ 5.47 കോടി മാത്രം. ജില്ലാ സംസ്ഥാന ബാലസംരക്ഷണ യൂണിറ്റുകൾ രൂപീകരിക്കണമെന്ന പ്രാഥമിക നിർദ്ദേശം പോലും കേരളം നടപ്പാക്കിയില്ല. ചിലവഴിച്ച 5.5 കോടിയിലാകട്ടെ ക്രമക്കേടുകൾ നടന്നതായും അക്കൗണ്ട് ജനറൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. കൃത്യമായ രേഖകളില്ലാതെയാണ് പണം ഉപയോഗിച്ചിരിക്കുന്നതെന്നും തെളിഞ്ഞു. അപ്പോൾ ഏറ്റവും അവഗണിക്കപ്പെട്ടിരുന്നൊരു സമൂഹത്തിലെ വിഭാഗമായ കുട്ടികളുടെ സംരക്ഷിക്കാനുള്ള നിയമപരമായ ബാധ്യത അതിൽ നിന്ന് സർക്കാർ പിന്മാറുകയാണ് എന്ന് ഈ രേഖകൾ വ്യക്തമാക്കുന്നു. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി 2012 നവംബർ 14 നിലവിൽ വന്ന പോക്സോ നിയമം നടപ്പാക്കുന്നതിലും കേരളം വീഴ്ച വരുത്തി. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ വിചാരണ ചെയ്യാൻ പ്രത്യേക കോടതി, പോലീസ് സ്റ്റേഷനുകളിൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് എന്നിവയും സംസ്ഥാനം നടപ്പാക്കിയിട്ടില്ല. ബെർലിൻ മാത്യു, റിപ്പോർട്ടർ, കൊച്ചി.